ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? കുഞ്ഞ് ജനിച്ചിട്ടുള്ള ആദ്യ മാസം ഏറ്റവും പ്രധാനപ്പെട്ടതും കരുതലേറിയതുമായിട്ടുള്ളൊരു സമയമാണ്. ഈ സമയത്ത് കുഞ്ഞിൻ്റെ ആരോഗ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കുഞ്ഞിൻ്റെ വളർച്ചയിലെ വളരെ പ്രധാനമുള്ളതാണ് ആദ്യത്തെ 3 മാസങ്ങൾ. പ്രസവം കഴിഞ്ഞാൽ ആദ്യത്തെ മണിക്കൂറിനുള്ളിൽ ആദ്യ പാൽ, അതായത് കൊളസ്ട്രം കുഞ്ഞിനെ കുടിപ്പിക്കുക. കൊളസ്ട്രം നിങ്ങൾക്കറിയാം, ബേബിയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതാണ്. കുഞ്ഞിൻ്റെ പാല് കുടിക്കുന്ന ഇടവേള, ഉറക്കം, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഡെലിവറിയൊക്കെ ആയവർക്ക് കുട്ടീനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ അറിയില്ലല്ലോ. അപ്പോൾ കുഞ്ഞ് പാല് കുടിച്ച ഉടനെ ഗ്യാസ് തട്ടിക്കളയണം, ഇല്ലെങ്കിലാണ് കുഞ്ഞ് ഛർദ്ദിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് പാല് കുടിച്ച ഉടനെ തന്നെ ഛർദ്ദിക്കുകയോ മോശം പോവുകയൊക്കെ ചെയ്താൽ നിങ്ങൾ പേടിക്കേണ്ട. കുഞ്ഞിന് 6 മുതൽ 8 ആഴ്ച വരെയൊക്കെ വിശപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഫീഡ് ചെയ്യണം. പിന്നെ കുഞ്ഞ് ജനിച്ച് 1 വീക്കൊക്കെ കഴിയുമ്പോൾ വെയിറ്റ് കുറയും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവണ്ട. നന്നായിട്ട് അവരെ ഫീഡ് ചെയ്താൽ മതി. വെയിറ്റ് പിന്നീട് ശരിയായിക്കോളും. ഒരു 300 ഗ്രാം വരെയൊക്കെ നോർമലായിട്ട് വെയിറ്റ് കുറയും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഫീഡ് ചെയ്യുമ്പോൾ വെയിറ്റ് താനെ കൂടിക്കോളും. ഇതിലും കൂടുതലായിട്ട് വെയിറ്റ് കുറയുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കാണിക്കേണ്ടതാണ്. 1 മാസമായ കുഞ്ഞ് നോർമലി ശാന്തരായിട്ടാണ് കാണപ്പെടുന്നത്. കൈ വായിൽ വെക്കുകയും പാല് കുടിക്കാൻ അന്വേഷിക്കുന്നതായും കൈ ചുരുട്ടിപ്പിടിച്ച് കാല് പതിയെ ചലിപ്പിക്കുന്നതും ഈ സമയത്താണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തിരിച്ചറിയുകയും ചില വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചാൽ അത് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കും. നവജാത ശിശുക്കൾക്ക് ദിവസവും 16 മുതൽ 20 മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ്. കുഞ്ഞിന് വേണ്ടി യൂസ് ചെയ്യുന്ന തുണികളൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കൈകൾ നന്നായി വാഷ് ചെയ്തിട്ട് മാത്രം കുഞ്ഞിനെ തൊടുക. ഇൻഫെക്ഷൻസൊക്കെ ഒഴിവാക്കാനായിട്ടാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞിനെ എല്ലാ ദിവസവും കുളിപ്പിക്കേണ്ടതില്ല. പകരം തുണി ഉപയോഗിച്ച് തുടച്ചു കൊടുത്താൽ മതി. ബേബിയുടെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആയതിനാൽ അസാധാരണമായിട്ട് ചുവപ്പ് പാടുകളോ അലർജി ലക്ഷണങ്ങളോ ഉണ്ടോ എന്ന് നന്നായിട്ട് നോക്കുക. ഡയപ്പർ റാഷസ് ഒഴിവാക്കാനായിട്ട് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ ഡയപ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുഞ്ഞിനെ ആദ്യത്തെ മാസം തനിച്ച് കിടത്താതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എപ്പോഴും അടുത്തൊരാൾ ഉണ്ടായിരിക്കണം. കുഞ്ഞ് ഉറങ്ങുമ്പോൾ ശ്വാസം എടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൗണ്ടൊക്കെ കേൾക്കുന്ന സമയത്ത് നോക്കുന്നുണ്ടോ, എന്തെങ്കിലും വസ്തുക്കൾ ചലിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. കുഞ്ഞിന് ഫീഡ് ചെയ്യുന്ന സമയത്ത് എക്സസ് ആയിട്ട് പാല് കുഞ്ഞിൻ്റെ വായിലേക്ക് ഒഴുകാതെ വിരൽ വെച്ചൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഫീഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ആദ്യത്തെ 3 മാസങ്ങളിൽ അമ്മമാർക്ക് തീരെ രാത്രി ഉറങ്ങാൻ പറ്റണമെന്നില്ല. അപ്പോൾ പകൽ കുഞ്ഞുറങ്ങുന്ന സമയത്ത് നിങ്ങൾ റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനൊക്കെ ബാധിക്കാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മിക്കവർക്കും പോസ്റ്റ് പാർട്ടം ഡിപ്രഷനൊക്കെ വരുന്നത് നല്ലപോലെ ഇങ്ങനെ ഉറക്കം കുറയുന്നതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണമെങ്കിൽ, അതായത് പാർട്ട്ണറോടൊക്കെ ഹെൽപ്പ് ചോദിക്കാനായിട്ട് മടിക്കരുത്. അതുപോലെ ആദ്യ മാസത്തിലുള്ള കുഞ്ഞിൻ്റെ വാക്സിനേഷനും അതുപോലെ തന്നെ പീഡിയാട്രിക് ചെക്കപ്സൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുഞ്ഞിനെ കെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ അമ്മമാരുടെ ഹെൽത്തും കൂടി നോക്കുക. അതായത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.